ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനൊരു നാടൻ കറിയാണ് വെച്ചിരിക്കുന്നത്. വെള്ളരിക്കയും മാങ്ങയും കറി വെച്ചത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണ്. അപ്പോൾ ഈ ഒഴിച്ചു കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതാ നല്ല ഫ്രഷായിട്ടുള്ള വെള്ളരിക്കയുണ്ട്. അപ്പം നമുക്കതിൽ നിന്ന് ഒരെണ്ണം പറിച്ചെടുക്കാം. അതായത് കണ്ടോ, നല്ല ഫ്രഷായിട്ടുള്ള വെള്ളരിക്ക തന്നെ കറി വെച്ചേക്കാം. ഇനി നമുക്കിതിൻ്റെ തൊലി കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. വെള്ളരിക്ക കുരുവും തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി എരിവിനാവശ്യമായിട്ട് ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. നമുക്ക് ഈ വെള്ളരിക്ക ഇതിലേക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. നമുക്ക് വേകുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി വെള്ളം വേണ്ട. ഇത്രയും മതി. മൂടി വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അധികം വേവൊന്നുമില്ല കേട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് വേവാനായിട്ട്. വെള്ളരിക്കയല്ലേ, തിളച്ച് കഴിയുമ്പം സിമ്മയിലിടുക. കുറച്ച് കഴിയുമ്പം വേവും. ഇത് കുക്കറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി പുളിക്ക് വേണ്ടി ഞാൻ മാങ്ങ എടുത്തിരിക്കുന്നത്. ഇതിന് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പം നമ്മൾ വെള്ളരിക്ക വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ മാങ്ങ അതിലേക്ക് ചേർത്താൽ മതി. മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളരിക്ക വെന്തതിന് ശേഷം നമുക്ക് ഈ മാങ്ങ ചേർക്കാം. അത് പുളിക്കനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. നമുക്ക് തേങ്ങ ചിരണ്ടിയത് ഇതിലേക്ക് ഇടാം. ഇതൊരു 1.5 കപ്പ് തേങ്ങ ഉണ്ട് കേട്ടോ. ഇതിന് ഇച്ചിരി തേങ്ങ നല്ലതായിട്ടായിരിക്കും. ഇതങ്ങനെ വെന്തുടയുന്നൊരു പച്ചക്കറി അല്ലല്ലോ. ഇച്ചിരി തേങ്ങയൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഈ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് ജീരകം മതി. 1/4 ടീസ്പൂൺ തന്നെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി 2 ചെറിയ ഉള്ളി കൂടി പോകരുത്. ഉള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് നല്ലതുപോലെ നമുക്ക് അരച്ചുകൊണ്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരയണം. ഇപ്പോൾ വെള്ളരിക്കയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്കിനി മാങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. മാങ്ങ പെട്ടെന്ന് വെന്തോളും. ഇന്നിവിടെ മൂടി വെച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ വെള്ളരിക്കായും മാങ്ങയും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. ഒരുപാട് വെള്ളം വേണ്ട. ഇതിന് ഒന്ന് തിളച്ച് പതുക്കെ വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. കടുക് പൊട്ടിച്ചിടാം. കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത് അതിട്ട് കൊടുക്കാം.
ഒരു 3 വറ്റൽ മുളക് കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പില വേണ്ടത്. കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.